Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊഹിയറൻസ് ടൈം ആൻഡ് ഓൾസോ ഡോപ്ലർ സ്പ്രെഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ അല്ലേ, മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ ഡിലേ സ്പ്രെഡ് അല്ലേ, ഡിലേ സ്പ്രെഡ് പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഈ ഡിലേ സ്പ്രെഡിൻ്റെ റെസിപ്രോക്കലായിട്ട് കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്തും പഠിച്ചിരുന്നു അല്ലേ, കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്തും ആൻഡ് ഓൾസോ ഡിലേ സ്പ്രെഡ്, ഈ രണ്ട് ടേം പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോപ്ലർ സ്പ്രെഡും കൊഹിയറൻസ് ടൈമുമാണ്. ഓക്കെ, അപ്പം കൊഹിയറൻസ് ടൈം പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഡോപ്ലർ സ്പ്രെഡ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ ഡോപ്ലർ സ്പ്രെഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്താണ്, let us consider as okay, let us consider a situation where the mobile okay അല്ലെങ്കിൽ wireless user okay is in motion. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതാണ് നമ്മുടെ ബേസ് സ്റ്റേഷൻ ആൻറ്റിന. ഓക്കെ, ഇപ്പോൾ ബേസ് സ്റ്റേഷൻ ആൻറ്റിനയിൽ നിന്ന് ദിസ് ഈസ് ദ ബേസ് സ്റ്റേഷൻ. സോ സിഗ്നൽ വിൽ ബി ട്രാൻസ്മിറ്റഡ് അല്ലേ, ദിസ് വിൽ ബി റിസീവ്ഡ് ബൈ എ മൊബൈൽ യൂസർ. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, സോ ദിസ് ഈസ് ദ മൊബൈൽ. ഈ മൊബൈൽ യൂസർ, ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ യൂസർ അല്ലെങ്കിൽ ആ വയർലെസ് മീഡിയം ആണല്ലോ അല്ലേ, വയർലെസ് മീഡിയമാണ്. ഈ വയർലെസ് യൂസർ മോഷനിലാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം, അതായത് മൂവിങ്ങിലാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഹിയർ വി ആർ കൺസിഡറിങ് ദാറ്റ് ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ബേസ് സ്റ്റേഷൻ ആൻഡ് ദ മൊബൈൽ അല്ലേ. ഈ മൊബൈൽ ബേസ് സ്റ്റേഷൻ്റെ അടുത്തേക്കും ബേസ് സ്റ്റേഷനിൽ നിന്ന് ദൂരേക്കും ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അന്നേരം ഈ ബേസ് സ്റ്റേഷൻ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും, അത് മൊബൈൽ റിസീവ് ചെയ്യും. അപ്പോൾ മൊബൈൽ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ബി മൂവിങ് ഐദർ ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ ബേസ് സ്റ്റേഷൻ. സോ ഈ റിലേറ്റീവ് മോഷൻ കാരണം ഓക്കെ, ഡ്യൂ ടു ദിസ് റിലേറ്റീവ് മോഷൻ എന്താ സംഭവിക്കുന്നത്, ഈ മൊബൈൽ റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് ഷിഫ്റ്റ് വരും അല്ലേ. ഡ്യൂ ടു ദിസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ബേസ് സ്റ്റേഷൻ ഓക്കെ, ബേസ് സ്റ്റേഷൻ and the mobile leads okay, this will lead to a change in frequency of the received signal. ഓക്കെ, ഈ ബേസ് സ്റ്റേഷൻ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്, അതിനൊരു പ്രത്യേക ഫ്രീക്വൻസി കാണും. പക്ഷേ ഈ മൊബൈൽ മൂവിങ് ആയതുകൊണ്ട് ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബേസ് സ്റ്റേഷൻ ദിസ് മൊബൈൽ ഈസ് മൂവിങ്. സോ വാട്ട് ഹാപ്പൻസ്, ഈ റിസീവ് ചെയ്ത സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് ഷിഫ്റ്റ് സംഭവിക്കും അല്ലേ. സോ ദിസ് റിലേറ്റീവ് മോഷൻ വിൽ ലീഡ് ടു ദ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദ വയർലെസ് സിഗ്നൽ ദാറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് ദ മൊബൈൽ. ഈ മൊബൈലിൽ റിസീവ് ചെയ്തിരിക്കുന്ന ഈ വയർലെസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓക്കെ, ദിസ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഡോപ്ലർ ഷിഫ്റ്റ്. ഓക്കെ, ഇതിനെയാണ് ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈസ് നോൺ ആസ് വാട്ട്, ഡോപ്ലർ ഷിഫ്റ്റ്. അപ്പോൾ ഈ ഡോപ്ലർ ഷിഫ്റ്റ് കാരണം വാട്ട് ഹാപ്പൻസ് ഈസ്, ആസ് എ റിസൾട്ട് ഡ്യൂ ടു ദിസ് ഡോപ്ലർ ഷിഫ്റ്റ്, as a result നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഒരു നാരോ ബാൻഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം ബ്രോഡൻഡ് ആകും അല്ലേ. ബിക്കോസ് ഒറിജിനൽ ഫ്രീക്വൻസി ഇതാണ്, ഡ്യൂ ടു ദ ഡോപ്ലർ ഷിഫ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഷൻ, മൊബൈൽ ബേസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണോ അല്ലെങ്കിൽ ദൂരത്തേക്കാണോ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫ്രീക്വൻസി ക്യാൻ ഇൻക്രീസ് പ്ലസ് ഓർ മൈനസ് എഫ് ഡി എന്ന് പറയുന്നത് ആ ഒരു ഡോപ്ലർ ഷിഫ്റ്റാണ്. അപ്പോൾ ഫ്രീക്വൻസിക്ക് കൂടുതലും കുറവും വരാം. ഓക്കെ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഈ ഡോപ്ലർ ഷിഫ്റ്റ് കാരണം നമ്മളൊരു നാരോ ബാൻഡ് സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സിഗ്നലിൻ്റെ സ്പെക്ട്രം വൈഡൻഡ് ആകും, ആ സിഗ്നലിൻ്റെ സ്പെക്ട്രം വൈഡൻഡ് ആകും, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്, അതിൻ്റെ ഫ്രീക്വൻസി കൂടും, അതിൻ്റെ സ്പെക്ട്രം വൈഡൻഡ് ആകും അല്ലേ. അപ്പം ആസ് എ റിസൾട്ട് വാട്ട് ഐ സെഡ് ഈസ്, ആസ് എ റിസൾട്ട് ഡ്യൂ ടു ദിസ് ഡോപ്ലർ ഷിഫ്റ്റ് ദ spectrum okay, the spectrum
of the narrow band signal. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നാരോ ബാൻഡ് സിഗ്നൽ. So as a result, the spectrum of the narrow band signal that is transmitted through this wireless channel. ഈ വയർലെസ് ചാനൽ എങ്ങനെയുള്ള ചാനലാണ്? മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ ചാനലാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഈ വയർലെസ് ചാനലിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ അണ്ടർഗോ സ്കാറ്ററിങ് ഓർ ഡിഫ്രാക്ഷൻ ആൻഡ് ആസ് എ റിസൾട്ട് ആ സെയിം സിഗ്നൽ പല പാത്തിൽ കൂടി ആയിരിക്കും ട്രാവൽ ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ വെൻ സച്ച് എ നാരോ ബാൻഡ് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ ചാനൽ, അതായത് ആ വയർലെസ് ചാനൽ. ഓക്കെ, പ്രൊപ്പഗേഷൻ ചാനൽ വയർലെസ് ചാനലിൽ സംഭവിക്കുന്നതാണ് ഫേഡിങ് ഓർ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ. ഓക്കെ, the spectrum of the narrow band signal will get widened. Okay, is widened. So as a result of the Doppler shift, the spectrum of the narrow band signal which is transmitted and the spectrum widened agum alle is widened. And ഈ ഒരു സ്പെക്ട്രത്തിൻ്റെ ആ ബ്രോഡനിങ്, ഓക്കെ, ഈ വൈഡൻഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെക്ട്രം ബ്രോഡൻഡ് ആകുകയാണെന്നാണ്. സ്പെക്ട്രം ഈസ് ഗെറ്റിംഗ് വൈഡൻഡ് ഓർ സ്പെക്ട്രം ഈസ് ഗെറ്റിംഗ് ബ്രോഡൻഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു മെഷറാണ് എന്ത്? ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ spectrum is getting widened and the measure, okay, and the measure of this spectral broadening, so due to the motion of the mobile, spectrum will get widened, spectrum will get broadened, and this measure of spectral broadening is called Doppler spread. ഓക്കെ, ഇതിനെയാണ് എന്ത് നമ്മൾ ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഡിലേ സ്പ്രെഡും കൊഹിറൻസ് ബാൻഡ്വിഡ്ത്തും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡോപ്ലർ സ്പ്രെഡും അതിനെ റിലേറ്റ് ചെയ്ത കൊഹിറൻസ് ടൈമാണ്. അപ്പോൾ ഡോപ്ലർ സ്പ്രെഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സ്പെക്ട്രൽ ബ്രോഡനിങ് ആണ് അല്ലേ, ഫ്രീക്വൻസി ബ്രോഡനിങ് ആണ്. സോ BD എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡോപ്ലർ സ്പ്രെഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഡോപ്ലർ ഷിഫ്റ്റ് കാരണം, ദാറ്റ് മീൻസ് ആ മൊബൈൽ സ്റ്റേഷൻ മൂവ് ചെയ്യുന്നത് കാരണം ഉള്ള സ്പെക്ട്രൽ ബ്രോഡനിങ്ങിനെയാണ് നമ്മൾ ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതാണ്, ദറ്റ് ഈസ് സ്പെക്ട്രൽ ബ്രോഡനിങ് കോസ്ഡ് ഡ്യൂ ടു മോഷൻ അല്ലേ, മൊബൈലിൻ്റെ മോഷൻ കാരണം, മൊബൈൽ യൂസറിൻ്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന സ്പെക്ട്രൽ ബ്രോഡനിങ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് BD ആണ്. ഓക്കെ, ഇതാണ് ഡോപ്ലർ സ്പ്രെഡ് എങ്കിൽ കൊഹിയറൻസ് ടൈം എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്? കൊഹിയറൻസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ഒരു റെസിപ്രോക്കൽ ഓഫ് ഡോപ്ലർ സ്പ്രെഡ്, ദറ്റ് ഈസ് 1/BD ആയിരിക്കും കൊഹിയറൻസ് ടൈം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത് ഞാൻ എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്കിൽ, ഇതാണ് ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്കിൽ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്, ഓക്കെ, ദിസ് മച്ച് റേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസീസ് ഓവർ വിച്ച് ദ സ്പെക്ട്രം ഈസ് ഫ്ലാറ്റ് അല്ലേ, ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ചാനൽ റിമൈൻഡ് ഫ്ലാറ്റ് ഫോർ എ range of frequencies ആണ് അല്ലേ. സോ കൊഹിറൻസ് ബാൻഡ് വിഡ്ത്തിൽ ചാനൽ റിമൈൻഡ് ഫ്ലാറ്റ് ഫോർ എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പോൾ കൊഹിറൻസ് ടൈം എന്തുമായിരിക്കും? ഒന്നുമല്ല, ഹിയർ ദ ചാനൽ വിൽ റിമൈൻ ഫ്ലാറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. അവിടെ നമ്മളൊരു ഫ്രീക്വൻസിക്കാണ് പറഞ്ഞതെങ്കിൽ ഹിയർ ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ദ ചാനൽ വിൽ റിമൈൻ ഫ്ലാറ്റ്. അതിനകത്ത് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല, ഡിസ്പേർഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിലേക്ക് ചാനൽ വിൽ റിമൈൻ ഫ്ലാറ്റ്, അവർ വയർലെസ് ചാനൽ വിൽ റിമൈൻ ഫ്ലാറ്റ്. ഓക്കെ, ഈ കൊഹിയറൻസ് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത് TC വെച്ചിട്ടാണ് അല്ലേ. കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്തിനെ BC വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കൊഹിയറൻസ് ടൈമിനെ TC വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, സോ ഇത് ടൈം പീരിയഡ് ആണ് അല്ലേ, കൊഹിയറൻസ് ടൈമാണ്, ടൈം പീരിയഡ് ആണ്. ഓക്കെ, ആൻഡ് ദ അതർ വൺ ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ബാൻഡ് വിഡ്ത്ത് ആണ്. സോ ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഡോപ്ലർ സ്പ്രെഡും ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന കൊഹിയറൻസ് ടൈമും, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ്. ഇത് രണ്ടും സിഗ്നലിൻ്റെ
സ്പെക്ട്രത്തിനെയും സിഗ്നലിൻ്റെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ടൈം ഡ്യൂറേഷനെയും കമ്പയർ ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് നൗ വി ആർ ഗോയിങ് ടു കമ്പയർ ദ സിഗ്നൽ, ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്തും ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൻ്റെ ഡ്യൂറേഷനും. ഓക്കെ, ദറ്റ് ഈസ് സിമ്പിൾ ഡ്യൂറേഷൻ ഓർ സിഗ്നൽ ഡ്യൂറേഷൻ ആൻഡ് ദ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത്. നൗ വി ആർ ഗോയിങ് ടു കമ്പയർ വിത്ത് ദീസ് ടു പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ ഡോപ്ലർ സ്പ്രെഡും കൊഹിയറൻസ് ടൈമുമായിട്ട് കമ്പയർ ചെയ്യാം. അതനുസരിച്ചിട്ട് നമ്മൾ ചാനലിനെ, മൾട്ടിപാത്ത് ചാനലിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ സിമ്പിളിൻ്റെ പീരീഡ്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിമ്പിളിൻ്റെ പീരീഡ് ഇപ്പോൾ പറഞ്ഞ ഈ കൊഹിയറൻസ് ടൈമിനെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ വി ക്യാൻ സേ ഗ്രേറ്റർ ആകുമ്പോൾ എന്താണ്? ഫാസ്റ്റ്. അങ്ങനെ ഓർത്താൽ മതി, ഫാസ്റ്റ് ഫെയ്ഡിങ് ചാനൽ എന്ന് പറയും. ഓക്കെ, ഓർ അതർ കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് ഡോപ്ലർ സ്പ്രെഡ് പറയുവാണെങ്കിൽ, ബിക്കോസ് വി നോ ഡോപ്ലർ സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ കൊഹിയറൻസ് ടൈമിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡോപ്ലർ സ്പ്രെഡ് പറയുവാണെങ്കിൽ വി ക്യാൻ സേ ഡോപ്ലർ സ്പ്രെഡ് ഈസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ബാൻഡ് വിഡ്ത്ത് ഓർ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ലെസ് ദാൻ ഡോപ്ലർ സ്പ്രെഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഈക്വലൻ്റ് ആണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു ചാനലാണ് എന്ത്? ഫാസ്റ്റ് ഫെയ്ഡിങ് ചാനൽ എന്ന് പറയും. അപ്പം നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചാനൽ എന്തായിരിക്കും? സ്ലോ ഫെയ്ഡിങ് ചാനൽ എന്ന് പറയും. അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ കൊഹിയറൻസ് ടൈം ബീയിങ് സ്ലോ ഓർ ടൈം ബീയിങ് ഫാസ്റ്റ്, അങ്ങനെയാണ് ആ ചാനലിനെ ഫാസ്റ്റ് ഫെയ്ഡിങ് ചാനലും സ്ലോ ഫെയ്ഡിങ് ചാനലുമായിട്ട് ഡിവൈഡ് ചെയ്ത്. ഇപ്പം ഞാനീ പറഞ്ഞ നേരെ തിരിച്ചുള്ള കണ്ടീഷനാണ്. കണ്ടോ? ഇനിയിപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളിൻ്റെ പീരീഡും സിമ്പിളിൻ്റെ ബാൻഡ് വിഡ്ത്തും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ ഡോപ്ലർ സ്പ്രെഡും അതേകൂട്ട് തന്നെ കൊഹിയറൻസ് ടൈമുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്യും, ഇത് രണ്ടും കമ്പയർ ചെയ്യും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞതുപോലെ കൊഹിയറൻസ് ടൈം സിമ്പിൾ ഡ്യൂറേഷനെക്കാട്ടിയും ഗ്രേറ്റർ ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പീരീഡ് കൊഹിയറൻസ് ടൈമിനെക്കാട്ടി ലെസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ചാനൽ ഈസ് സെറ്റ് ടു ബി എ സ്ലോ ഫെയ്ഡിങ് ചാനൽ എന്ന് നമുക്ക് പറയാം. ആൻഡ് സെയിം ഈക്വലൻ്റ് ആയിട്ടുള്ള അതർ കണ്ടീഷൻ എന്താണ്? ഇൻ ടേംസ് ഓഫ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പറയുവാണെങ്കിൽ ദാറ്റ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡോപ്ലർ സ്പ്രെഡ്, എഗെയിൻ ദ ചാനൽ ഈസ് സെറ്റ് ടു ബി വാട്ട്? സ്ലോ ഫെയ്ഡിങ് ചാനൽ എന്ന് പറയും. സോ ഇതാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഈ ക്ലാസിഫിക്കേഷൻ, കൊഹിയറൻസ് ടൈം അല്ലെങ്കിൽ ഡിലേ, ഡോപ്ലർ സ്പ്രെഡ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് നമ്മൾ മൾട്ടിപാത്ത് ചാനലിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? സ്ലോ ആൻഡ് ഫാസ്റ്റ് ഫെയ്ഡിങ് ചാനൽ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നൗ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ, മൾട്ടിപാത്ത് ചാനലിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ജസ്റ്റ് സമ്മറൈസ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മൾട്ടിപാത്ത് ചാനൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തത്? ആദ്യം നമ്മൾ പഠിച്ച ഡിലേ സ്പ്രെഡും അതിൻ്റെ റെസിപ്രോക്കലായ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്തുമാണ്. അതിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം രണ്ട് ക്ലാസ്സസ് ആണുള്ളത്. ഒന്ന് ഫ്ലാറ്റ് ഫെയ്ഡിങ് ചാനലും സെക്കൻഡ് വൺ ഫ്രീക്വൻസി സെലക്റ്റീവ് ഫെയ്ഡിങ്ങും. ആൻഡ് ദീസ് വെയർ ദ കണ്ടീഷൻ. ഇത് ഓൾറെഡി നമ്മൾ അവിടെ പഠിച്ചതാണ് ഈ കണ്ടീഷൻ. ഓക്കെ, ആൻഡ് സിമിലർലി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ രണ്ടാമത് പഠിച്ചത് ഡോപ്ലർ സ്പ്രെഡും അതിൻ്റെ ഇൻവേഴ്സായ കൊഹിയറൻസ് ടൈമും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ മൾട്ടിപാത്ത് ചാനൽ വാസ് ഡിവൈഡഡ് ഇൻ ടു സ്ലോ ഫെയ്ഡിങ് ആൻഡ് ഫാസ്റ്റ് ഫെയ്ഡിങ്. അപ്പോൾ ഈ സ്ലോ ഫെയ്ഡിങ്ങിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഇത്. ഫാസ്റ്റ് ഫെയ്ഡിങ്ങിന് ദീസ് ടു കണ്ടീഷൻസ് വരും. ആൻഡ് ഓൾസോ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സ്ലോ ഫെയ്ഡിങ് മീൻസ് ഡോപ്ലർ സ്പ്രെഡ് കുറവായിരിക്കും, സ്ലോ ആയിരിക്കും, സോ ലോ ഡോപ്ലർ സ്പ്രെഡ്. ആൻഡ് ഫോർ ഫാസ്റ്റ് ഫെയ്ഡിങ് ഡോപ്ലർ സ്പ്രെഡ് ഇൻ ടേംസ് പറയുകയാണെങ്കിൽ അതൊരു ഹയർ വാല്യൂ ആയിരിക്കും ഉള്ളത്. സോ ദീസ് ആർ ദ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ദ മൾട്ടിപാത്ത് ചാനൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് കൊഹിയറൻസ് ടൈം, ഓർ ഡിപ്പെൻഡിങ് അപ്പോൺ ഡിലേ സ്പ്രെഡ് ആൻഡ് കൊഹിയറൻസ് ടൈം. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ഒരു ഫിഗറിലേക്ക് വരച്ച് ഇതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ട് ക്ലാസിഫിക്കേഷൻ. സോ ദിസ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് മൾട്ടിപാത്ത് ചാനൽസ്. വേരിയസ് മൾട്ടിപാത്ത് ചാനൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ തന്നെ നമുക്ക് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? സിമ്പിളിൻ്റെ പീരിയഡാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഈസ് വോട്ട്? സിമ്പിൾ പീരിയഡാണ്. ഓക്കെ, അത് ഓർത്തണം. ഇത് സിമ്പിൾ പീരിയഡാണ്, ഇത് സിമ്പിൾ പീരിയഡാണ്. ഇവിടെ നമ്മൾ ഈ സിമ്പിൾ പീരിയഡിനെ ആരെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? കൊഹിയറൻസ് ടൈമിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ടി സി എന്താണ്? ഇറ്റ് ഈസ് ദ കൊഹിയറൻസ് ടൈം. നമ്മൾ കൊഹിയറൻസ് ടൈമിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ വൈ ആക്സിസിൽ നോക്കുവാണെങ്കിൽ ഈ സിമ്പിൾ പീരിയഡ്, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, സിമ്പിൾ പീരിയഡ് ടി എസ് നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്?
അതിൻ്റെ ഡിലേ സ്പ്രെഡ് അല്ലേ, സിഗ്മ ടൗ എന്ന് പറയുന്നത് ഡിലേ സ്പ്രെഡുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് സി, അത് നമുക്ക് ഡിലേ സ്പ്രെഡുമായിട്ടുള്ള കമ്പാരിസൺ നോക്കാം. ഓക്കെ, ഈ സിമ്പിൾ പീരിയഡ് ഡിലേ സ്പ്രെഡ്, ഇതാണ് ഡിലേ സ്പ്രെഡ്. ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ, ഓക്കെ, സിമ്പിൾ പീരിയഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിലേ സ്പ്രെഡ്, ഗ്രേറ്റർ ദാൻ ഡിലേ സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പോർഷൻ വരും അല്ലേ. ലോവർ ദാൻ ഡിലേ സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പോർഷൻ വരും. ഡിലേ സ്പ്രെഡിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റർ, താഴോട്ട് ലോവർ. അപ്പം ആ ഒരു ഗ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഡിലേ സ്പ്രെഡ് കൂടുതലാകുമ്പോഴത്തേക്കും അതിൽ വെച്ച് നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഫ്ലാറ്റും അതേ കൂട്ട് തന്നെ ഫ്രീക്വൻസി സെലക്റ്റീവ് ഫേഡിങ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സെൻട്രൽ ലൈനിന് കണ്ടോ മുകളിലേക്ക് വരും. ഇത്രയും പോർഷൻസ് ഗ്രേറ്റർ ആണ്, താഴോട്ടുള്ളതെല്ലാം ലെസർ ദാൻ ഡിലേ സ്പ്രെഡുമാണ്. അപ്പം ഈ ഒരു പോർഷൻസ്, ദാറ്റ് മീൻസ് ഹിയർ സി ഗ്രേറ്റർ ദാൻ ഡിലേ സ്പ്രെഡ്, ഈ ഇത്രയും പോർഷൻസിൽ എന്താണ്? ഫ്ലാറ്റ് ഫേഡിങ് ആയിരിക്കും. ഫ്ലാറ്റ് ഫേഡിങ്. ഇനി ഈ ഡിലേ സ്പ്രെഡ്, ഈ ഡിലേ സ്പ്രെഡ് സിഗ്മ ടൗവിന് താഴോട്ട്, ഓക്കെ, ഇഫ് ദ സിമ്പിൾ പീരിയഡ് TS ഈസ് ലെസ് ദാൻ സിഗ്മ ടൗ, ദാറ്റ് മീൻസ് ദിസ് മച്ച് പോർഷൻ, അതായത് ഈ ഒരു ലൈൻ കണ്ടില്ലേ, ഈ ഒരു ഡിവിഷന് താഴോട്ട്, ഓക്കെ, അതായത് ഇത്രയും പോർഷൻസ് വരും ഇവിടെ ഇങ്ങനെ, ഓക്കെ, ദിസ് മച്ച് പോർഷൻസ്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രീക്വൻസി സെലക്റ്റീവ് ആയിരിക്കും. ഫ്രീക്വൻസി സെലക്റ്റീവ് ഫേഡിങ്. ഞാൻ ആ 4 ക്വാഡ്രൻ്റ് അങ്ങനെ ഉള്ളത് കൊണ്ട് കോമൺ ആയിട്ട് എഴുതിയിട്ടില്ല, 4 എണ്ണത്തിലും എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ താഴോട്ട് വരുന്നതെല്ലാം, ദാറ്റ് മീൻസ് ആ ഒരു ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീക്വൻസി സെലക്റ്റീവ് ആയിരിക്കും. മറ്റേത് ഇത്രയെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും, മുകളിലേക്കുള്ളതെല്ലാം. ഓക്കെ, നൗ now let's compare the simple period with the coherence time. അപ്പോൾ സിമ്പിൾ പീരീഡ് കോഹിയറൻസ് ടൈമിനെക്കാട്ടിയും ലെസർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ദിസ് മച്ച് പോർഷൻ, ഓക്കെ, ലെസർ ആണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? സ്ലോ അല്ലേ. ഗ്രേറ്റർ ആണെങ്കിൽ, കോഹിയറൻസ് ടൈമിനെ വെച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ക്ലാസിഫിക്കേഷൻ വന്നത്? സ്ലോ ഫേഡിങ്ങും ഫാസ്റ്റ് ഫേഡിങ്ങും. കോഹിയറൻസ് ടൈമിനെക്കാട്ടിയും ലെസർ ആണ് സിമ്പിൾ പീരിയഡ് എങ്കിൽ സ്ലോ ഫേഡിങ്. അപ്പം TC എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്, ഈ ഡോട്ടഡ് ലൈനാണ് അല്ലേ. അപ്പം ഇതിന് ലെഫ്റ്റിലോട്ട് വരുന്നതെല്ലാം എന്താണ്? സ്ലോ ആണ് അല്ലേ. സോ സ്ലോ ഫേഡിങ്. അപ്പം അതിൻ്റെ റൈറ്റിലേക്ക് വരുന്നത് ഇതാണ് കോഹിയറൻസ് ടൈം. അതിൻ്റെ റൈറ്റിലേക്ക് വരുന്നത് പറഞ്ഞാൽ ഇത്രയും പോർഷൻസ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഫാസ്റ്റ് ഫേഡിങ് ആയിരിക്കും അല്ലേ. ഫാസ്റ്റ് ഫേഡിങ്. കാരണം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ഫേഡിങ് ചാനലിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ട് വി ഹാവ് ലേൺഡ്. അപ്പോൾ ഇവിടെ 2 ആക്സിസിലും സിമ്പിൾ പീരിയഡിനെ നമ്മൾ കൊഹിയറൻസ് ടൈം വെച്ചിട്ടും ഡിലേ സ്പ്രെഡ് വെച്ചും ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപാത്ത് ചാനൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്സ്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റേഴ്സിൽ വരുന്നത് തന്നെയാണ് ഈ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറൈസേഷൻ. മൾട്ടിപാത്ത് ചാനലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറൈസേഷനിൽ വരുന്നതാണ് ഈ കൊഹിയറൻസ് ബാൻഡ് വിഡ്ത്ത്, അതുപോലെ തന്നെ കൊഹിയറൻസ് ടൈം, and also delay spread, Doppler spread, all this actually comes under that topic also, statistical characterization of multipath channels. പക്ഷേ along with ഈ ടോപ്പിക് എങ്ങനെ നമ്മൾ മൾട്ടിപാത്ത് ചാനലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൊരു ഇമ്പൾസ് റെസ്പോൺസും കൂടി വരുമെന്നേ ഉള്ളൂ. ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെയാണ് അതിനകത്ത് റെപ്രസെൻറ്റഡ് ആകുന്നത്, എങ്ങനെയാണ് ആ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഫീച്ചേഴ്സും കൂടി വരും. അതർവൈസ് all what we have learned about coherence time, coherence bandwidth, sigma tau, BD, all comes under statistical characterization of multipath channels also. So thank you, and in the next class we will learn about the next topic, that is binary signaling over a fading channel. ഒരു ഫേഡിംഗ് ചാനലിൽ കൂടി സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും എറർ പ്രോബബിലിറ്റി, ബിറ്റ് എറർ റേറ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.